Hello students. In the last video we have discussed about Handex, about its formation and when it was formed and the Apex institution in the handloom sector. In today's video we'll be discussing about the objectives of Handex, then the problems faced by this Apex institution, and also what are the support that are given by the government to this particular organization. So moving on to the objective, we know that Handex is the apex institution of the primary handloom weaver society. So one of the main objective of Handex is to organize handloom industry in the state on a sound commercial basis and to market the handloom fabrics outside the state. കമേഴ്ഷ്യലൈസ് ചെയ്യുക ഈ കൈത്തറി വ്യവസായത്തിനെ സ്റ്റേറ്റിൽ മൊത്തമുള്ള കൈത്തറി വ്യവസായത്തിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാനും ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കാനും സ്റ്റേറ്റിലും അതേപോലെ പുറത്തും ഔട്ട്സൈഡ് ദ സ്റ്റേറ്റും മാർക്കറ്റ് കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഹാൻഡെക്സിന്റെ വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ്. Then to raise necessary resources by issue of shares and arranging borrowings. ഈ വീവർ സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. Then to purchase raw materials and other requisite necessary for the industry. ഈ പിന്നെ കൈത്തറിക്ക് ആവശ്യമായിട്ടുള്ള കൈത്തറി സൊസൈറ്റീസുകൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്ത് കൊടുക്കുക, മിനിമം കുറഞ്ഞ റേറ്റിൽ പ്രൊക്യൂർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് other objective. Then to grant advance to affiliated societies. സൊസൈറ്റീസിനുള്ള അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുക. നമുക്കറിയാം ഓരോ എപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ബൈ നൗ വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ് ദിസ് പെർട്ടിക്കുലർ module, this particular subject. We know that all the primary societies will be having an apex institution in which the primary societies will be members, and the apex institution will be taking care of these primary societies, whether it be in the case of financial assistance, technical assistance, and in all sorts of marketing assistance in case of agriculture processing societies and all. So to grant advance to affiliated societies forms part of the objective of Handex. Then to purchase and hold in common or let on hire improved appliances required for the handloom industry. ഇപ്പോൾ ഈ കൈത്തറി വ്യവസായത്തിൽ വരുന്ന ആൾക്കാർ ഒക്കെ പാവപ്പെട്ട വീട്ടിലത്തെ ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള അപ്ലയൻസസ് ഒക്കെ വേണമെങ്കിൽ അത് എപെക്സ് സൊസൈറ്റി മുന്നിട്ട് നിന്നിട്ട് ഈ അപ്ലയൻസസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ഹാൻഡെക്സിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. Then to purchase or procure for marketing finished products of the societies and sell them. ഈ കുഞ്ഞു കുഞ്ഞു സൊസൈറ്റീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ സ്വരൂപിച്ചിട്ട് വാങ്ങിച്ച് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അത് വിൽക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം. Then to establish and run sales depot within as well as outside the state for exhibition and sale of products purchased and procured from primary weaver societies. സെയിൽസ് ഡിപ്പോട്ടുകൾ അറേഞ്ച് ചെയ്യാം, സ്റ്റേറ്റിന്റെ ഉള്ളിലും പുറത്തുമായിട്ട് സെയിൽസ് ഡിപ്പോട്ട്സ് അറേഞ്ച് ചെയ്യാം, സോ ദാറ്റ് ദ മാനുഫാക്ചർഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ദ സൊസൈറ്റി ക്യാൻ ബി പുട്ട് ഫോർ എക്സിബിഷൻ, സെയിൽ, എക്സെട്ര. Then to advise the member societies regarding the production of improved and easily marketable patterns and design. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഒബ്ജക്റ്റീവിൽ നമ്മൾ പറഞ്ഞ പോലെ കമേഴ്ഷ്യലൈസ് ചെയ്യുക ഈ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ആവശ്യം. ഈ ചില എന്താ പറയാ കോട്ടേജ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരെ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസിനെ ഉൾക്കൊള്ളാൻ കുറെ താമസിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹാൻഡെക്സ് അതേപോലെ എന്താണ് മാർക്കറ്റബിൾ പാറ്റേൺസ് ആൻഡ് ഡിസൈൻസ് മാർക്കറ്റിൽ ഉള്ളത് അത് മനസ്സിലാക്കി അത് സൊസൈറ്റീസിലേക്ക് കൺവേ ചെയ്യാനും ഇവര് ശ്രമിക്കുന്നുണ്ട്. Then to give necessary publicity and propaganda for the development of handloom industry and allied subjects. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പോപ്പുലാരിറ്റി പബ്ലിസിറ്റി ആസ്പെക്ട് അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഹാൻഡെക്സ് ഏറ്റെടുക്കുന്നു. Then to provide research, development and training facilities. ഈ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും അണ്ടർടേക്ക് ചെയ്യുന്നത് ഹാൻഡെക്സ് ആണ്. Then to develop and assist, supervise, direct and control the working of affiliated societies. എല്ലാ affiliated societiesനെ സഹായിക്കുന്നു, അവരെ ആക്ടിവിറ്റീസിനെ സൂപ്പർവൈസ് ചെയ്യുന്നു,
അവർക്ക് ഡയറക്ഷൻസ് വേണ്ട ഡയറക്ഷൻസ് എന്താണെന്ന് കൊടുക്കുന്നു ആൻഡ് കൺട്രോൾ ചെയ്യുന്നു. ഇതൊക്കെയാണ് അവരുടെ ഒബ്ജക്റ്റീവ്സ്. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചാൽ ലോജിക്കലി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ്സ്. ദെൻ റിഗാർഡിംഗ് ദ പ്രോബ്ലംസ് ഓഫ് എപ്പിക് സൊസൈറ്റി, ഒന്ന് ഈ റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്നതിലുള്ള പ്രോബ്ലംസ്, അതായത് കൃത്യമായിട്ട് ആവശ്യത്തിനുള്ള നല്ല ഗുഡ് ക്വാളിറ്റി റോ മെറ്റീരിയൽസ് കിട്ടാനില്ലാത്ത സാഹചര്യം, ഇതാണ് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. ദെൻ കോമ്പറ്റീഷൻ ഫ്രം ടെക്സ്റ്റൈൽ മിൽസ് ആൻഡ് പവർ ലൂംസ്, അങ്ങനെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റൈൽ മിൽസും പവർ ലൂംസും എന്നൊക്കെയുള്ള കോമ്പറ്റീഷൻ. അവര് കൊടുക്കുന്ന അത്ര ചീപ്പായിട്ട് ഹാൻഡ്ലൂം പ്രോഡക്ട്സ്, നിങ്ങൾക്ക് അറിയാലോ ഹാൻഡ്ലൂം പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ബിറ്റ് മോർ കോസ്റ്റ്ലി ദാൻ അതർ തിങ്സ്. പക്ഷെ അത് അപ്പൊ ഇവരോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ദെൻ ഇനാഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, എന്തൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇപ്പൊ സൊസൈറ്റി പ്രൈമറി സൊസൈറ്റീസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എപെക്സ് സൊസൈറ്റി കൊടുക്കുന്നു, പക്ഷെ എപെക്സ് സൊസൈറ്റിക്ക് അതിന് മാത്രമുള്ള അസിസ്റ്റൻസസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ദെൻ പ്രോബ്ലംസ് ഓഫ് മാർക്കറ്റിംഗ്, ഇത് മാർക്കറ്റ് ചെയ്യുന്നതിലും പ്രോബ്ലംസ് ഉണ്ട്. ഇൻ ദ സെൻസ് ദാറ്റ് ഈ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് തന്നെ ഈ പ്രോഡക്ട്സിന് ആൾക്കാരുണ്ടാവണം, ദോ ഇറ്റ് ഈസ് ഓഫ് ഗുഡ് ക്വാളിറ്റി. അതേസമയം റേറ്റ് ഒക്കെ ഹയർ ആയതുകൊണ്ട് അതിന് ടേക്കേഴ്സ് കുറവാണ്. ദെൻ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ്, അപ്പോൾ അതാണ് ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതാവാനുള്ള ഒരു കാരണം. അവര് ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ ആ ബോറോയിങ്സ് ഒക്കെ ഹൈ റേറ്റ് ആണ്. ദെൻ മാനേജറൽ ഇൻഎഫിഷ്യൻസി, ഒബ്വിയസ്ലി അത് എല്ലാ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻസിലും ഉള്ളതാണ്. കാരണം ഒരു പരിധി വരെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസും പിന്നെ ഈ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് അത് എന്നൊക്കെ പറയുന്നത് ദേ നീഡ് നോട്ട് ബി പ്രൊഫഷണൽസ്. അവർക്ക് ഈ സെക്ടറിലുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് പ്രൊഫഷണൽ മാനേജറൽ സ്കിൽസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. സോ മാനേജറൽ ഇൻഎഫിഷ്യൻസീസ് ഉണ്ടാവാറുണ്ട്. ദെൻ ടെക്നിക്കൽ ഇംപ്രൂവ്മെന്റ് ആൻഡ് പ്രോസസിങ്, അപ്പം അവിടെയും ഈ ടെക്നിക്കൽ ആസ്പെക്ട്സിന്റെ അകത്തും ഇംപ്രൂവ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനകത്ത്, ഇംപ്രൂവ്ഡ് മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനകത്തൊക്കെ ഉള്ള ഇഷ്യൂസ്, അത് പ്രൊക്യൂർ ചെയ്യാനും അത് യൂസ് ചെയ്യാനുള്ള ടെക്നിക്കൽ നോളജ് ഇല്ലാത്തതിൻ്റെയൊക്കെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്രയാണ് പ്രോബ്ലംസ് ഓഫ് എപെക്സ് സൊസൈറ്റി ഫേസ്ഡ് ബൈ എപെക്സ് സൊസൈറ്റി. ആൻഡ് അതിനകത്ത് ഒരൊറ്റ കാര്യം കൂടെ പറയാനുള്ളത്, അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ്. അപ്പോൾ നമ്മൾ ഈ ഹാൻഡ്ലൂം സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് അസിസ്റ്റൻസ് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. നമുക്കറിയാം റിബേറ്റുകളുടെ ഒക്കെ ഫോമിൽ ഓരോ സമയത്തും അസിസ്റ്റൻസ് ആയിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വരാറുണ്ട്. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള അസിസ്റ്റൻസസ് ആണ് ഗവൺമെന്റ് കൊടുക്കുന്നത്? ഇപ്പം ഷെയർ ക്യാപിറ്റൽ വാങ്ങിക്കാൻ 75 ഷെയർ ക്യാപിറ്റലിന്റെ 75% വരെ ലോൺ കൊടുക്കും. ഒരു മെമ്പർക്ക് ഷെയർ ക്യാപിറ്റൽ വാങ്ങണം, ഒരു സൊസൈറ്റിക്ക് എപെക്സ് സൊസൈറ്റിയുടെ മെമ്പർ ആവാൻ ഷെയർസ് വാങ്ങിക്കണം. അങ്ങനെയാണെങ്കിൽ they will be providing share capital loans up to 75% of the amount for 2 years. 2 വർഷത്തേക്ക് അങ്ങനെ ലോണുകൾ ഷെയർ വാങ്ങിക്കാൻ വേണ്ടി ലോണുകൾ കൊടുക്കാറുണ്ട്. Then interest free working capital for a period of 2 years. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ഇനാഡിക്വസി എപെക്സ് സൊസൈറ്റിക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് കൊടുക്കാറുണ്ട്. പക്ഷെ അത് 2 വർഷമാണ് അതിന്റെ കാലാവധി, അതിനുശേഷം അത് റീപേ ചെയ്യണം. Then loans up to 15,000 for setting up dye house. ഇത് കളർ മുക്കാനുള്ള ഡൈ ഹൗസസ് ഒക്കെ ഇതാക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 15,000 രൂപ കൊടുക്കാറുണ്ട്. This amount is not enough എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. Then 6% of the thrift deposit fund is being provided by government for encouraging savings. വിവേഴ്സിന്റെ ഇടയിലുള്ള സേവിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ ഒരു 6% പൈസ ഗവൺമെന്റും ഇവരുടെ ത്രിഫ്റ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. Then working capital assistance for setting up power looms. Power looms സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കൊടുക്കാറുണ്ട്. Then special grants are also given for setting up sales depots. ഞാൻ പറഞ്ഞല്ലോ സെയിൽസ് ഡിപ്പോസിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് എപെക്സ് സൊസൈറ്റിയുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ ആ സെയിൽസ് ഡിപ്പോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അസിസ്റ്റൻസ് സ്പെഷ്യൽ ഗ്രാന്റുകൾ കൊടുക്കുന്നുണ്ട്. Then it also provides managerial subsidy. ഈ സെക്രട്ടറിന്റെ പോസ്റ്റിലേക്കൊക്കെ ആൾക്കാരെ ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ് ആണെന്ന് പറയുമല്ലോ, അപ്പൊ ആ സെക്രട്ടറിന്റെ പോസ്റ്റിലേക്കൊക്കെ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനേജറിയൽ സബ്സിഡി എന്നുള്ള രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. 3 വർഷത്തേക്കാണ് കൊടുക്കുക. ആദ്യത്തെ വർഷം 100% കൊടുക്കും, രണ്ടാമത്തെ വർഷം 66 1/3% കൊടുക്കും, ആൻഡ് തേർഡ് ഇയർ 33 1/3%. ഉദ്ദേശം എന്താ വെച്ചാൽ ആ പീരീഡോട് കൂടിയിട്ട് ഈ പ്രൊഫഷണലൈസ്ഡ് മാനേജ്മെന്റ് കൊണ്ട് ഈ സെക്രട്ടറിക്കൊക്കെ കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് സൊസൈറ്റിയെ മാറ്റാൻ അവർക്ക് സാധിക്കണം എന്നുള്ളതിന്റെ ബേസിസിലാണ് ഇങ്ങനെ ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്.
And then direction to hospitals, offices and schools. നമ്മൾ കാണാറില്ലേ, സ്കൂളിൽ ഒരു ദിവസമെങ്കിലും കൈത്തറി യൂണിഫോം ആക്കണം, ഓഫീസസിൽ ഒരു ദിവസം നിങ്ങൾ കൈത്തറി ഇടണം എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കണം. സ്കൂൾസിൽ അത് പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ, ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പൊ ഹോസ്പിറ്റൽസിലും ഓഫീസസിലും ഒക്കെ ഇപ്പോഴും അത് അങ്ങനെ ഡയറക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രാക്ടിക്കൽ ആവുന്നുണ്ടോ അത് നോക്കാനൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടാണ്, ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റിൽ ഗവൺമെന്റ് ഇസ് പ്രൊവൈഡിങ് ഡയറക്ഷൻസ് ഫോർ യൂസിങ് ഹാൻഡ്ലൂം ഓർ പ്രൊമോട്ടിങ് ഹാൻഡ്ലൂം പ്രോഡക്ട്സ്. ഇപ്പൊ ഹാൻഡ്ലൂമിന്റെ മാസ്ക് കിറ്റിന്റെ അകത്ത് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഹാൻഡ്ലൂം സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.